ബലിദാന സങ്കല്പത്തിൽ രക്തം നേദിച്ച് ദേവിയെ സംപ്രീതയാക്കുന്ന ഭക്തിസാന്ദ്രമായ ഒരു അനുഷ്ഠാന കലാരൂപവും ചെട്ടികുളങ്ങര ദേവീക്ഷേത്രത്തിലെ പ്രധാന വഴിപാടുമാണ് കുത്തിയോട്ടം. വഴിപാടുകാർ കുട്ടികളെ ദത്തെടുത്ത് ആഘോഷപൂർവമായ അന്തരീക്ഷത്തിൽ ആചാര്യ ശിക്ഷണത്തോടെയാണ് കുത്തിയോട്ട ചുവടുകൾ പരിശീലിപ്പിക്കുന്നത്. വഴിപാട് നടത്തുന്ന ഭക്തന്റെ ഭവനത്തിന് സമീപം പ്രത്യേകം തയ്യാറാക്കുന്ന ദേവീ സ്ഥാനത്തിന് മുന്നിൽ ശിവരാത്രി നാൾ മുതൽ കുത്തിയോട്ട സംഘങ്ങൾ ചുവടുകൾ പരിശീലിച്ചു തുടങ്ങുന്നു. 7 ദിവസത്തെ പരിശീലനത്തിന് ശേഷം ഭരണിനാളിൽ ചെട്ടികുളങ്ങര ദേവീക്ഷേത്ര സന്നിധിയിലെത്തി ഇടുപ്പിൽ കോർത്തിരിക്കുന്ന സ്വർണ്ണനൂൽ നരബലി സങ്കല്പത്തിൽ ഊരിയെടുത്ത് ദേവിക്ക് സമർപ്പിക്കുന്നതാണ് കുത്തിയോട്ടത്തിന്റെ പ്രധാന ചടങ്ങ്. ഇത് ചൂരൽ മുറിയൽ എന്ന പേരിൽ അറിയപ്പെടുന്നു. ഞങ്ങളെ ഈ ആശാമാർ വന്ന് എല്ലാ വർഷവും പഠിപ്പിക്കുക. അങ്ങനെ ഞങ്ങൾ എല്ലാ ചുവടും പഠിച്ചെടുക്കും. 2 മാസം മുമ്പേ ഞങ്ങൾ ഇതിന് വ്രതം എടുക്കും. ഞങ്ങൾ പ്രാക്ടീസ് പഠിക്കുന്നിടത്ത് വരുമ്പോഴത്തേക്ക് ഞങ്ങൾക്ക് പുതിയ ചുവടെല്ലാം പഠിപ്പിച്ചു തരും. വളരെ ചെറുപ്പത്തിൽ തന്നെ കുട്ടികളുടെ ഉള്ളിലേക്ക് ഇങ്ങനൊരു ഭക്തി നിറയ്ക്കുന്നതിന് ഇതിൽ പരം വലിയൊരു ടൂളില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അങ്ങനെ ഓരോ കൊച്ചുകുട്ടിയെയും വ്രതമെടുത്ത് വളരെ ചെറുപ്പത്തിൽ തന്നെ ഭക്തിയുടെ അടിത്തറ ഉറപ്പിക്കാൻ ചെട്ടികുളങ്ങരയിൽ ഈ കുത്തിയോട്ടം എന്ന ഈ സംസ്കാരം കൊണ്ട് സാധിക്കുന്നുണ്ട്. ഓരോ വർഷവും അതാത് ദിവസങ്ങളിൽ പരിശീലനം തുടങ്ങുന്നതിന് മുമ്പായിട്ട് കുട്ടികളെല്ലാം വ്രതത്തിലാണ്. ഈ വ്രതം അവർ മുടക്കാറില്ല. ഭരണി കഴിഞ്ഞ് കുംഭഭരണി കഴിഞ്ഞതിന് ശേഷമാണ് കുട്ടികൾ പോലും വ്രതം മുറിയുന്നത്. കുത്തിയോട്ടത്തിൽ ചുവടുകൾ പോലെ തന്നെ പ്രാധാന്യമർഹിക്കുന്ന മറ്റൊരു കാര്യമാണ് പാട്ടിൻ്റെ ഈരടികൾ. ദേവീസ്തുതിയിൽ ആരംഭിച്ച് പുരാണ കഥകൾ, കാളിയമർദ്ദനം തുടങ്ങിയവയുടെ ശീലുകൾ അർത്ഥഗാംഭീര്യവും ഭാവനാ സമ്പന്നതയും താളത്തിൻ്റെ ശൈലിയുമൊക്കെ കൊണ്ട് ഭക്തിയുടെ നവ്യാനുഭവമാണ് ഓണാട്ടുകരയ്ക്ക് സമ്മാനിക്കുന്നത്. ആടകടോളയിലാടി വസിപ്പൊരു പേടമാൻ കണ്ണീതൻ മോടികൾ കണ്ടുള്ളാടിയുഴ നഥവാടി ഭാരം എന്നിങ്ങനെ 4 പാദങ്ങളിലായി ഒരു കഥ ചിട്ടപ്പെടുത്തും. അതിപ്പോൾ ദേവീ മഹാത്മ്യം തന്നെയാകണമെന്നില്ല. നളചരിതമുണ്ട്, കുചേലവൃത്തമുണ്ട്, കാളിയമർദ്ദനമുണ്ട്, ശാകുന്തളമുണ്ട്. ഇങ്ങനെ പുരാണപ്രധാനമായ മിക്ക കഥകളും കുത്തിയോട്ടത്തിൻ്റെ കഥകളാക്കിയിട്ടുണ്ട്. വിജീഷ് കുമാർ, ദൂരദർശൻ ന്യൂസ്, ആലപ്പുഴ.